ട്രിഗർ വാർണിംഗ്, ട്രിഗർ വാർണിംഗ്, ട്രിഗർ വാർണിംഗ് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറയാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ അറപ്പ് പോകുന്നുണ്ട്. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യം എനിക്ക് ഊക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ 18+ ആണ്. ഒരുപാട് വയലൻസ് ഉണ്ട്. അപ്പോ പറ്റുന്നവർ മാത്രം കണ്ടാൽ മതി. ആരും നിർബന്ധിക്കുന്നില്ല. കൂടുതൽ വലിച്ചു കിട്ടുന്നൊന്നുമില്ല. എന്നാലും ഒന്നുകൂടെ പറയാം, നല്ലോണം വയലൻസ് ഉണ്ട്. ട്രിഗർ വാർണിംഗ് തരികയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. അപ്പൊ ലാസ്റ്റ് വീഡിയോ നമ്മൾ നിർത്തിയത് ഗഡ്സിനെയും പക്കിനെയും അവിടെ നിന്നിട്ട് ഒരു വികൃത രൂപം വന്ന് രക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോയിണ്ടാവും. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസിലോട്ട് കൊണ്ടുപോയിണ്ടാവും. അതിനുശേഷം ആളുടെ മോട്ടീവ് എന്താണെന്ന് കാണിക്കുന്നുണ്ട്. ഗഡ്സിനെ പോലെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരാളായിരുന്നു ആൾ തേടിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ടാണ് ഗഡ്സിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നത്. ആൻഡ് ഇയാൾ എന്തിനാണ് ഗഡ്സിനെ പോലെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരാളെ തേടിക്കൊണ്ടിരുന്നതെന്ന് അറിയോ? ആ കൺട്രിയിലെ, അതായത് ആ കിണ്ടത്തിലെ രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കാരണം ആ രാജാവാണ് ഇപ്പൊ ഇവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇതിനുശേഷം ഇയാള് ഗഡ്സിനൊരു സാധനം കാണിക്കും. ഇത് കണ്ടിട്ട് ഗഡ്സ് ആകെ അന്താളിച്ച് നിന്ന് പോവും. ആൻഡ് അതിന്റെ പേരാണ് ബെഹലിറ്റ്. ഗഡ്സ് പെട്ടെന്ന് തന്നെ അവന്റെ കഴുത്തിന് പിടിച്ച് മുകളിലോട്ട് പൊക്കിയിട്ട് ചോദിക്കും, നീ ആരാണ്, നിനക്ക് ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും, ഇത് എന്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നില്ല, ഇത് ഞാൻ കൊട്ടാരത്തിൽ നിന്ന് കട്ടെടുത്താണെന്ന് പറയും. ഇത് ആദ്യം കൗണ്ടിന്റെ അടുത്തായിരുന്നു. കൗണ്ട് ആ ലീഡറിന്റെ, അതായത് രാജാവിന്റെ പേരാണ് കൗണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം ഗഡ്സ് മെല്ലെ ഒന്ന് കൂളാവുന്നുണ്ട്. കൂളായതിനു ശേഷം അയാളോട് ചോദിക്കുന്നുണ്ട്, എനിക്കെല്ലാം അറിയണം, ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം അറിയണം എന്ന് പറയും. ഇതിനുശേഷം ഇയാളുടെ കഥ പറയും. ഇയാൾ ആ കൊട്ടാരത്തിൽ ഒരു ഫിസിഷ്യൻ ആയിരുന്നു. ആൻഡ് ഇയാൾ അവിടെ ഫിസിഷ്യനായി നിൽക്കുമ്പോൾ തന്നെ കൗണ്ട് അവിടെ രാജാവായിരുന്നു. കൗണ്ട് രാജാവായി നിൽക്കുമ്പോഴും അയാൾ ഭയങ്കരമായിട്ട് ക്രൂവലായിരുന്നു. ഇപ്പത്തെ കാര്യം വേറെയാണ്, പക്ഷെ അന്ന് തന്നെ അയാൾ ഭയങ്കരമായിട്ട് ക്രൂവലായിരുന്നു. ഒരു തരി പോലും മനുഷ്യത്വം ഇല്ലാത്ത ഒരു അത്രയും മോൺസ്റ്റർ ആയിട്ടുള്ള ഒരാളാണ് അയാൾ. കാരണം ഈ ഫിസിഷ്യൻ അയാളുടെ കണ്ണുകൊണ്ട് കണ്ടതില്ലേ, അത് വേറൊരാളും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും ക്രൂവലായിട്ടുള്ള ഒരു കാര്യം. അയാൾ ചെയ്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വേറെ ആരാണെന്നുണ്ടെങ്കിലും അവിടെ തന്നെ ആത്മഹത്യ ചെയ്ത് കളയും. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അയാൾ. മനുഷ്യന്മാരെ ഓരോ കളിപ്പാട്ടങ്ങളെ പോലെ തുണിയില്ലാണ്ട് കെട്ടിയിട്ട്, അതായത് കൈ തൂക്കി കെട്ടിയിട്ട് അതിനെ അറുത്ത് ഇയാൾ കഴിക്കും. അങ്ങനെ ഇത് ഈ ഫിസിഷ്യന് മനസ്സിലായത് കാരണം ഫിസിഷ്യൻ എല്ലാം അവിടുന്ന് മുങ്ങാൻ നോക്കും. അങ്ങനെ പക്ഷെ ഫിസിഷ്യൻ അവന്റെ ഫാമിലിയോടെ മുങ്ങാൻ നോക്കുമ്പോൾ ഇയാൾ ഈ മൊത്തം ഫാമിലിയെയും പിടിക്കും. അതായത് ഈ ഫിസിഷ്യനെയും ഇയാളെയും ഇയാളുടെ ഫാമിലിയെ മൊത്തം പിടിക്കും. ഇയാളുടെ മൊത്തം ഫാമിലിയെയും ടോർച്ചർ ചെയ്യുന്നത് പോട്ടെ, ഇയാളുടെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ ഇയാളുടെ ഭാര്യയും ഇയാളുടെ കുട്ടികളെയും ഇയാൾ കഴിക്കും, ലിറ്ററലി തിന്നും. ആൻഡ് ഈ റീസൺ കൊണ്ടാണ് ഇയാൾക്ക് ഈ കൗണ്ടിനോട് ഇത്ര ദേഷ്യം, അയാളെ കൊല്ലണം എന്ന് ആലോചിച്ചിട്ട് നടക്കുന്നത്. ആൻഡ് ഇതൊക്കെ തുടങ്ങിയത് ആ മുട്ട പോലുള്ള സാധനം ആ കൗണ്ടിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ്. ഇതൊക്കെ കേട്ടിട്ടും ഗഡ്സിന് വല്ലായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. അവൻ ആ മരട്ട് സ്വഭാവം പിടിച്ചിട്ട് തന്നെ നടക്കുക. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മോനും ഇങ്ങനെയൊന്നും ഇതൊക്കെ കേട്ടിട്ടും ഒരു വ്യത്യാസവും ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇതിനുശേഷം ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഈ മുട്ട പോലെ ഇരിക്കുന്ന സാധനം എന്താണെന്നത്. ഈ കല്ല് പോലെ റൗണ്ട് ഇരിക്കുന്നത്, അതിലൊരു വായുണ്ട്, ചെവിയുണ്ട്, കണ്ണുണ്ട്, ഇങ്ങനെയുള്ള ഒരു സാധനം എന്താണെന്ന് ഇയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കാരണമാണ് കൗണ്ട് ഇത്രയ്ക്കും വൾഗറായിട്ട് പെരുമാറുന്നത്. അപ്പൊ തന്നെ ഗഡ്സ് അവിടെ പറയുന്നുണ്ട്, ഒരു കീ ആണെന്ന് പറയുന്നുണ്ട്. ഈ കീ വെച്ചാണ് വേറൊരു ഡയമെൻഷനെ തുറക്കാൻ പറ്റുന്നത് പറയുന്നുണ്ട്. ആൻഡ് ആ ഡയമെൻഷനിലാണ് ഗോഡ് ഹാൻഡ്സിന്റെ മെമ്പേഴ്സ് ഉള്ളത്. ആൻഡ് ആ മെമ്പേഴ്സ് ആണ് ഡീമൺസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ലോകത്തുള്ള ഡീമൺസിനെ കൺട്രോൾ ചെയ്യുന്നത് ആ മെമ്പേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും ഇതൊക്കെ എന്താണെന്ന്. ഇതൊക്കെ വരും ചാപ്റ്റേഴ്സിൽ ഞാൻ ഡിസ്കവർ ചെയ്ത് പോവുക. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും തുടങ്ങാം. ആൻഡ് ഇതിനു ശേഷം നമുക്ക് കാണിക്കുന്നത് ആ ക്യാപ്റ്റനെയാണ്. അതായത് അടികൊണ്ട്, ഗഡ്സിന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് ചാവാറായ ക്യാപ്റ്റൻ എങ്ങനെയൊക്കെയോ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അയാൾക്ക് എങ്ങനെയും ഗഡ്സിനെ കൊല്ലണം എന്നുള്ള ഒറ്റ മൈൻഡിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. ആൻഡ് ഇയാളുടെ ട്രീറ്റ്മെന്റ് ഒന്നും കഴിയാൻ നിൽക്കാണ്ട് തന്നെ അവിടുന്ന് ഗഡ്സിനെ കൊല്ലണം പറഞ്ഞു പോകുമ്പോൾ അപ്പം അവിടെ കൗണ്ട് വരും. അതായത് ഈ രാജാവ് വരും. രാജാവ് വന്നിട്ട് രാജാവിന്റെ തൊള്ളയിൽ നിന്ന് എന്തൊരു വികൃത രൂപം ഈ ക്യാപ്റ്റന്റെ വായിലോട്ടാണ്ട് കൊടുക്കും. ആൻഡ് ഈ ഉള്ളിൽ പോയ സാധനം ഈ ക്യാപ്റ്റനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് അല്ലെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റന്റെ ഈ ദേഷ്യത്തിനെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് ഗഡ്സിനെയും പക്കിനെയും ആ കീയും കാണിക്കുന്നുണ്ട്. പക്ക് ആ കീ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെന്താ സാധനം ഇങ്ങനെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അതിലെ കണ്ണ് തുറക്കും. അങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ ഗഡ്സ് പക്കിനോട് പറയും, അതൊരു ജീവനുള്ള സാധനമാണ്, അത് വെച്ച് കളിച്ചോണ്ടിരിക്കല്ലേ എന്ന് പറയും. അതിനുശേഷം നമുക്ക് ആ ഫിസിഷ്യനെ കാണിക്കുന്നുണ്ട്. ഫിസിഷ്യൻ ആണെന്നുണ്ടെങ്കിൽ കൗണ്ടിനെ എങ്ങനെ കൊല്ലാന്നുള്ള പ്ലാന് കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇയാളാണെന്നുണ്ടെങ്കിൽ ഈ മൊമെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാറുന്നു. ആരെങ്കിലും ഒക്കെ വരും, അയാളുടെ അടുത്ത് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, അയാളെ കൗണ്ടിനെ കൊല്ലാനുള്ള പൊട്ടൻഷ്യൽ അടുത്തുണ്ടായിരിക്കും. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൗണ്ടിനെ കൊല്ലാനുള്ള എല്ലാ വഴികളും ഗഡ്സിന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഗഡ്സിന് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇയാൾ അത്രയും ഡെസ്പറേറ്റ് ആയിരിക്കും. ഇയാള് ഗഡ്സിനോട് ലിറ്ററലി ബെഗ് ചെയ്യും, അപേക്ഷിക്കും. അങ്ങനെ കെഞ്ചിട്ട് അറിയാണ്ട് അയാൾ ഗഡ്സിനെ ഒന്ന് തൊടും. ഗഡ്സിനെ തൊട്ടപ്പോൾ തന്നെ ഗഡ്സ് അവനെ ചവിട്ടി അപ്പുറത്തോട്ട് എറിയും.
എന്നിട്ട് പറയും എന്നെ തുടരുത്, ഡോണ്ട് ടച്ച് മീ എന്ന് പറയും. നീ എപ്പോഴേലും കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ, ശരിക്കുള്ള മോൺസ്റ്റർ നീയാണ്, നിന്നെ പോലുള്ള ആൾക്കാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് പക്കിന് ദേഷ്യം വന്നിട്ട് പക്ക് ഗഡ്സിന്റെ അടുത്ത് പോയിട്ട് വഴക്കിടും. ആൻഡ് ഇവൻ ഇങ്ങനെ കുണയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് പൊളിഞ്ഞു. കാരണം ഇവൻ എന്തൊരു മോനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തോന്നി ഇത് വായിച്ചപ്പോൾ. പക്ഷെ ശരിക്കും പറയാം, നിങ്ങൾ മുന്നോട്ട് കഥ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കാര്യം മനസ്സിലാവുക. എന്തുകൊണ്ടാണ് ഗഡ്സ് ഇങ്ങനെയെന്നും ഗഡ്സിന് എന്തൊക്കെ നഷ്ടപ്പെട്ടിരുന്നെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതിന് ഇതിനുശേഷം നമുക്ക് പക്കിനെ കാണിക്കുന്നുണ്ട്. പക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും. പക്ഷെ അയാൾ കാമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് ഇങ്ങനെ ഇവർ മൂന്നുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ അങ്ങനെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് ഗഡ്സിന് മാത്രം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഗഡ്സ് അവിടെ മിണ്ടാണ്ടിരിക്കുന്നു പറയും. അങ്ങനെ നിൽക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് ആ ക്യാപ്റ്റൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ഈ ക്യാപ്റ്റൻ എങ്ങനെയാ സ്ഥലം മനസ്സിലായെന്ന് ഐ ഡോണ്ട് നോ. ബട്ട് ക്യാപ്റ്റൻ എങ്ങനെയൊക്കെയാ സ്ഥലം മനസ്സിലാക്കിയിട്ട് അവരെ അടിക്കും. ആൻഡ് ക്യാപ്റ്റന് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്ന് ആദ്യത്തെ അടിയിൽ തന്നെ ഗഡ്സിന് മനസ്സിലാവും. കാരണം ഗഡ്സിന് അറിയാം ഒരു നോർമൽ മനുഷ്യനും അവൻ ഇങ്ങനെ അടിച്ചിടാൻ പറ്റില്ല. കാരണം ചെറുതായിട്ടൊന്ന് തല ഇറങ്ങിയിട്ടുണ്ടാവും ഗഡ്സിന്. ആൻഡ് ഗഡ്സിന് മനസ്സിലായി ഇപ്പോൾ ആ മനുഷ്യനല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ആൻഡ് ഇതിനുശേഷം ഇവർ തമ്മിലുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റാണ്. ഗഡ്സ് ലിറ്ററലി അവൻ്റെ കൈയെല്ലാം വെട്ടിക്കളയും ആ ക്യാപ്റ്റൻ്റെ. പക്ഷെ കൈ വെട്ടിയാലും ഈ കൗണ്ട്, അതായത് ഈ രാജാവ് അവന്റെ വായിലോട്ട് കൊടുത്ത വിചിത്ര രീതി കാരണം ഇവൻ മരിക്കുന്നില്ല. ഇവൻ എത്രയൊക്കെ അടി കൊടുത്തിട്ട് പോകാൻ മരിക്കുന്നത് പോട്ടെ. ഇൻഫാക്ട് വെട്ടിക്കളഞ്ഞ കൈ തന്നെ വേറൊരു വിചിത്ര കൈയായിട്ട് അവന് മുളച്ചുകൊണ്ട് വന്നിരിക്കും. ആൻഡ് ഇതിനുശേഷം ഇവർ കുറെ നേരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ ഗഡ്സിന് നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഗഡ്സ് അവസാനം വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ആ മൊത്തം കെട്ടിടം അവന്റെ മുകളിലോട്ട് ഇട്ടിട്ട് അവൻ എങ്ങനെയൊക്കെയോ ഡിഫീറ്റ് ചെയ്യും. ഇയാള് തോറ്റുപോയെന്ന് കരുതിയിട്ട് ഗഡ്സും അവരെല്ലാരും കൂടി അവിടുന്ന് മെല്ലെ, അതായത് മെല്ലെ അവിടുന്ന് പുറത്തോട്ട് പോകും. പക്ഷെ ഗഡ്സ് വിചാരിച്ച പോലെ ആയിരിക്കില്ല, അത് മരിച്ചിട്ടുണ്ടാവില്ല. ക്യാപ്റ്റന്റെ നീളമുള്ള കൈ വെച്ചിട്ട് ഈ ഫിസിഷ്യനെ പിടിച്ചോണ്ട് പോകും. പിടിച്ചതിന് പോയതിനു ശേഷം രാജാവിനാണെന്നുണ്ടെങ്കിൽ ഡീമൺ ആണെങ്കിലും എന്തുതരം മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ബലി കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫിസിഷ്യനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കും. ഇത് പക്കിനും ഗഡ്സിനും മനസ്സിലാവും. ഇത് മനസ്സിലാക്കിയ പക്കിന് ഭയങ്കരമായിട്ട് വിഷമാവും. പക്ക് ഗഡ്സിനോട് പറയും അവനെ രക്ഷിക്കണമെന്ന്. പക്ഷെ ഗഡ്സിന് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ട് തന്നെ പക്ക് സ്വന്തമായിട്ട് എങ്ങനെയും അവരെ രക്ഷിക്കണം എന്ന് ആലോചിച്ചിട്ട് അവിടുന്ന് പോവും. അങ്ങനെ പക്ക് അവിടുന്ന് പോയതിനു ശേഷം ഗഡ്സ് ആ ഫിസിഷ്യനായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓരോന്നും ആലോചിക്കുന്നുണ്ടാവും. ഇത് ആദ്യം വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി രണ്ടാമത് വായിക്കുമ്പോഴാണ് ഇതിന്റെ സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കാര്യമാണ്. ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നതാണ് ആ ബലി കൊടുക്കുന്ന സ്ഥലം. ആ ബലി കൊടുക്കുന്ന സ്ഥലത്ത് ഈ ഫിസിഷ്യനെ കൊല്ലാൻ കെടുത്തിയിട്ട് ഗഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ആ ലീഡർ. ആൻഡ് ഈ കാര്യം ഗഡ്സിന് അറിയാം, ഗഡ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന്. അങ്ങനെ പക്കും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഗഡ്സും അതായത് നിഴലിന്റെ മറവിൽ നിന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എന്റെ ഗഡ്സിനെ കണ്ടതിന് ശേഷം പക്ക് പോയിട്ട് പറയും എങ്ങനെയും അവനൊന്ന് രക്ഷിക്കുമെന്ന് പറയും. അപ്പൊ ഗഡ്സ് പറയും ഈ ലീഡർ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഞാൻ അത്ര വലിയ പൊട്ടനൊന്നല്ല ഇപ്പൊ എന്റെ ജീവൻ കൊടുത്തിട്ട് അവനെ രക്ഷിക്കാനെന്ന്. ആൻഡ് ഇത് കേട്ടിട്ട് വീണ്ടും പക്കിന് ഒരുപാട് ദേഷ്യമാവും ഗഡ്സിന്റെ അടുത്ത്. ആൻഡ് പക്കിന്റെ ഉള്ളിലുണ്ടാവുന്ന ഈ ദേഷ്യം ഗഡ്സിന്റെ, അതായത് ഗഡ്സിന്റെ മെന്റാലിറ്റി, ഗഡ്സിന്റെ ഇമോഷനാണ് പക്കിന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അപ്പോഴാണ് പക്കിന് മനസ്സിലാവുക അവൻ ഇപ്പൊ എന്തിനത് കാണാൻ വന്നതെന്ന് വെച്ചാൽ അവന്റെ ഉള്ളിൽ ഇനിയും ദേഷ്യം ഉണ്ടായിട്ട് ആ ദേഷ്യം കൊണ്ട് അവൻ എങ്ങനെയും കൗണ്ടിനെ കൊല്ലണം എന്ന്. ആൻഡ് ഇതിനു ശേഷം അയാളെ തല വെട്ടുന്നുണ്ട്. അതായത് ലിറ്ററലി അയാളെ തല ബലി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബലി കൊടുക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ ഗഡ്സിന്റെ മുകളിൽ അത്രയും വിശ്വാസം ഉണ്ടായിരിക്കും. ഗഡ്സ് എങ്ങനെയും ഇയാളെ കൊല്ലും, അതായത് ഈ കൗണ്ടിനെ കൊല്ലും എന്നുള്ള വിശ്വാസം അയാളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. മരിച്ചു വീഴുമ്പോഴും അയാൾ പറയുന്നത്, അയാൾ അലറുന്നത് ബ്ലാക്ക് സ്വർഡ്സ്മാൻ എങ്ങനെയും ഈ കൗണ്ടിനെ കൊന്ന് അവനെ ഇല്ലാണ്ടാക്കണം, അവനെ അത്രയും ഉപദ്രവിക്കണം എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ട് ചാവുന്നത്. ഇതോടുകൂടി ഇയാളുടെ ജീവനോട് അവസാനിക്കുകയാണ്. അല്ലെങ്കിലും ഗഡ്സ് ഈ കൗണ്ടിനെ കൊല്ലാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ പോലും പക്ഷെ ഇപ്പോ ഇയാള് മരിച്ചതിന്റെ അവഞ്ച് ചെയ്യാൻ വേണ്ടിയും കൂടി ഗഡ്സ് തയ്യാറെടുക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബാക്കി എന്താ നടക്കുന്ന പോകുന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം. എനിക്കറിയാം ഇതിപ്പോ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഇതിങ്ങനെ ചാപ്റ്റർ ചെയ്താലേ കാര്യമുള്ളൂ. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയിട്ട് പോകും. അത്ര നേരം ചെയ്യാനുള്ള തൊണ്ടയുടെ അവധി എനിക്കിപ്പോൾ ഇല്ല, കാരണം സുഖമില്ലാണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുന്നതൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാം. ബൈ.